ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19ഉം 20ഉം തിരുലിഖിതങ്ങൾ. അതിനാൽ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഈ വചനത്തിൽ യേശു നൽകിയ വാഗ്ദാനം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അന്വർത്ഥമാകുന്നത്? ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് രാജു, ഇതെൻ്റെ ഭാര്യ ലൂസി. ഞങ്ങൾ കോട്ടയത്തിനടുത്തുള്ള ഐമനം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു. ഐക്യരച്ചിറപ്പള്ളി ഇടവക്കാരാണ്. എൻ്റെ മൂത്ത മകന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. അവന് മഞ്ഞുകാലത്തെ തണുപ്പും പൊടിയും മൂലമുള്ള അലർജി കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. കോട്ടയത്ത് ഒരു ജോലി ഉണ്ടായിരുന്നു. ഒരു 10 മാസം മുമ്പ് കുവൈറ്റിന് പോകാനുള്ള ഒരു വിസ റെഡിയായി. പക്ഷേ ഇവിടുത്തെ കഴിഞ്ഞും ഈ പൊടിയും ചൂടും തണുപ്പുമൊക്കെ അവിടെ ശക്തമായതുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പോകണ്ടെന്ന് പലരും വിലക്കി. പക്ഷേ ആ സമയത്താണ് കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട വട്ടയിലച്ഛൻ്റെ നേതൃത്വത്തിൽ കോട്ടയം നാമ്പടത്ത് നടന്ന അഭിഷേകാഗ്നി ധ്യാനത്തിൽ അവൻ പൂർണ്ണമായും പങ്കെടുക്കുകയും അവിടെ വെച്ച് ഗൾഫിൽ പോയി കുഴപ്പമില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് സാക്ഷ്യം പറയാമെന്ന് നേർച്ച നേരുകയും ചെയ്തു. എന്തായാലും 9 മാസമായിട്ട് അവനിപ്പോൾ കുവൈറ്റിലുണ്ട്. കഴിഞ്ഞ ഒരു തണുപ്പ് കാലവും ഒരു ചൂട് കാലവും കടന്നുപോയി. പക്ഷേ ഇവിടുന്ന് മുൻകരുതലായി കൊണ്ടുപോയ ഒരു ഗുളിക പോലും ഇതുവരെയും അവന് ആവശ്യം വന്നില്ല. ദൈവത്തിന്റെ കരുണയാൽ അവനിപ്പോഴും സൗഖ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. നന്നായിട്ട് കൈകൾ ഉയർത്തി വീശി വീശി കൈയടിച്ച് യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. യേശുവേ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ രക്ഷിതാവായ യേശുവിനെ ആരാധിക്കാം. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുലിഖിതം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ലല്ലോ. ആകാശത്തിൽ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൽ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, മഹത്വത്തിന്റെ നാമം, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. കരങ്ങളടിച്ച് സമൂഹത്തോട് ചേർന്ന് എല്ലാ ദൈവമക്കളും പാടി പാടി യേശുവിനെ ഏറ്റു പറയുന്നു. ലക്ഷോപലക്ഷം കുടുംബങ്ങളിൽ ദൈവമക്കൾ ഒരുമിച്ചിരുന്ന് യേശുവിനെ ആരാധിക്കുന്ന സമയമാണല്ലോ ഇത്. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, യേശുവേ രക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷപരിച്ചിടാം, രക്ഷപരിച്ചിടാം. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, രക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷപരിച്ചിടാം, നിത്യരക്ഷപരിച്ചിടാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, 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 യേശുനാമമല്ലാതെ.
ഇരു കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും യേശുവിനെ ആരാധിക്കട്ടെ. യേശുവേ യേശുവേ യേശുവേ. അതിനെ തുറന്ന് യേശുവിനെ ആരാധിക്കുന്നു. കുട്ടികൾ മുതിർന്നവർ യേശുവിന്റെ നാമം വിളിക്കുന്നു. കുടുംബങ്ങൾ യേശുവിന്റെ നാമം വിളിക്കുന്നു. യേശു നാമത്തിൽ സിനിമകൾ വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ സാത്താൻ വിറവുകൊണ്ട് ഓടിപ്പോകട്ടെ. യേശു നാമത്തിൽ രോഗങ്ങൾ വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ അന്ധകാരങ്ങൾ തകരട്ടെ. യേശു നാമത്തിൽ കലഹം തകരട്ടെ. യേശു നാമത്തിൽ എല്ലാ ഭിന്നത വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ എല്ലാ തകർച്ചകളും മാറിപ്പോകട്ടെ. യേശു നാമത്തിൽ അഭിഷേകം നിറയട്ടെ. പ്രാർത്ഥന നിറയട്ടെ. വിശുദ്ധി നിറയട്ടെ. വചനാഭിഷേകം നിറയട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ആരാധന ആരാധന. യേശുവേ യേശുവേ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. അല്പം കൂടെ സ്വരമുയർത്തി എല്ലാവരും പറയാ. എല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കുക. എന്നിട്ട് ഒരുമിച്ച് ഉറക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിങ്ങനെ യേശുവിന്റെ നാമം ഏറ്റു പറയുകയും യേശുവിന്റെ സ്തുതികൾ പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാവിൽ നിന്നും അതരത്തിൽ നിന്ന് ഒരുപാട് കാലങ്ങളുള്ള തിന്മയുടെ സ്വാധീനം വിട്ടുപോകും. ദുഷിവാക്കുകൾ പറഞ്ഞ്, കൃപയില്ലാത്ത വാക്കുകൾ പറഞ്ഞ്, ലോക വാക്കുകളെല്ലാം പറഞ്ഞ് നമ്മുടെ അതരത്തിലും നമ്മുടെ നാവിലെല്ലാം കുടികൊള്ളുന്ന വിപരീത സ്വാധീനങ്ങൾ മാറി വലിയ അഭിഷേകം നമ്മുടെ അതരത്തിലേക്കും നാവിലേക്കും ദൈവസ്തുതിപ്പുകളും യേശു നാമവും പറയുമ്പോൾ നിറയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏറ്റു പറയുക യേശുവേ യേശുവേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ യേശുവേ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആകാശത്തിന് കീഴെ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 4-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇത് സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദൈവവചനമാണ്. എല്ലാ ജാതി മതസ്ഥർക്കും എല്ലാ രാജ്യക്കാർക്കും എല്ലാ കാലങ്ങളിലും ജീവിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ പിതാവായ ദൈവം രക്ഷയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന അത്യുന്നതമായ രക്ഷാനാമമാണ് യേശു എന്ന നാമം. യേശു എന്ന വ്യക്തി. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാലങ്ങളായി ഒരുപക്ഷെ തിന്മകളും ദുരദൃഷ്ടങ്ങളും ശല്യം ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥയിലായിരിക്കാം. ഈ നാമം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് തിന്മയുടെ ബാധകൾ ഒഴിഞ്ഞു പോകും. കാരണം യേശു നാമം കേൾക്കുമ്പോൾ സാത്താൻ വിറപൂണ്ട് അവൻ ഓടി മറയുന്നു. ഹല്ലേലൂയ. 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 ഈ നാമത്തിൽ യേശു എന്ന നാമം, യേശു എന്ന വ്യക്തിയെ ഒരു ദൈവ പൈതൽ സ്വീകരിക്കുമ്പോൾ അവനിൽ അത്ഭുതകരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. ഈ വചനം നേരിട്ട് പറഞ്ഞേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തെ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നീ ഇപ്പോൾ നിന്റെ ഹൃദയം കൊണ്ടൊരു തീരുമാനമെടുക്കുക. എന്റെ യേശുവിനെ ഞാൻ എന്റെ കർത്താവും എന്റെ ദൈവവുമായി ആരാധിക്കും. എന്റെ യേശു എന്റെ പാപങ്ങൾ അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് അവൻ എനിക്ക് വേണ്ടി കുരിശിലേക്ക് കയറി. എന്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി എന്റെ യേശു കുരിശിൽ പാപപരിഹാരമായി തീർന്നു. എന്റെ യേശുവിന്റെ കുരിശ് മരണത്തിന്റെ യോഗ്യതയാൽ എന്റെ ദൈവം എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. യേശുവിനെ എന്റെ പാപപരിഹാര ബലിയെ ഞാൻ ആരാധിക്കും. ഹൃദയം കൊണ്ട് യേശുവിനെ കർത്താവായി നീ ആരാധിക്കുമെങ്കിൽ ഇതാ ദൈവവചനത്തിൽ ഒരു വലിയ നിത്യസത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവ പൈതലാകാൻ കഴിവ് നൽകുന്ന നാമമാണ്. ദൈവ പൈതലാകാൻ അഭിഷേകം നൽകുന്ന, ദൈവ ഇടപെടുന്ന നാമമാണ് യേശു എന്ന നാമം. യേശുവിനെ സ്വീകരിക്കണം. കേട്ടാൽ മാത്രം പോരാ, അംഗീകരിച്ചാൽ മാത്രം പോരാ. യേശുവിനെ ഹൃദയം കൊണ്ട് കർത്താവായി സ്വീകരിക്കണം.
പ്രിയ ദൈവവൈതലേ, ഇപ്പോൾ അത് സാധിക്കുന്നില്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ദൈവമേ, യേശുവിനെ സ്വീകരിച്ച് എല്ലാ പാപത്തിന് ക്ഷമ സ്വീകരിച്ച് ഒരു വിശുദ്ധനായി മരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഇന്ന് നീ ഒന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ യേശുവിനെ സ്വീകരിക്കാത്തിടത്തോളം കാലം നാം ഭയത്തിന്റെ അടിമകളാണ്. നാം പ്രത്യേക തരത്തിലുള്ള മൂടപ്പെട്ട അവസ്ഥയിലാണ്. നമുക്ക് നേരിട്ട് ദൈവസന്നിധിയിലേക്ക് പ്രവേശനമില്ല. അപ്പോൾ നമ്മൾ പല ആളുകളിലൂടെയും ദൈവത്തിനെ സമീപിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളൊരു ഭക്തൻ എന്ന അവസ്ഥയിലാണ് അപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. നല്ല മനുഷ്യനാണ്, തെറ്റൊന്നും ചെയ്യുന്നില്ല, കൈക്കൂലി വാങ്ങുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നു, എല്ലാവർക്കും ദാനധർമ്മം ചെയ്യുന്നു, ഒരു തെറ്റും ചെയ്യുന്നില്ല, നിർമ്മല മനസാക്ഷിയോടെ ജീവിക്കുകയാണെങ്കിൽ പോലും പ്രിയ ദൈവ പൈതലേ, നീ ദൈവ പൈതലെന്ന ആ പൂർണ്ണ അനുഭവത്തിലേക്ക് നീ ആയിട്ടില്ല. നീ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ വേണ്ടി പിതാവായ ദൈവം നിന്നെ വിളിക്കുകയാണ്. അതുവരെ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യൻ എന്ന അവസ്ഥയിലാണ്. ആ മനുഷ്യന്റെ സ്ഥിതി എന്താ? നേരിട്ട് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ അവന് സാധിക്കുന്നില്ല. പല വിധത്തിൽ പല ആളുകളിലൂടെ ദൈവത്തെ സമീപിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുകയാണ്. എന്നാൽ എന്നാണോ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് നീ ഒരു ദൈവ പൈതലാകണത്, അന്ന് നേരിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലാം. പിതാവിന്റെ സന്നിധി ചെന്നിട്ട് അപ്പാ എന്ന് വിളിക്കാം. ദൈവത്തിന് അടുത്ത് ചെന്ന് അപ്പാ എന്ന് വിളിക്കാം. അപ്പന്റെ മടിയിൽ കയറി ഇരിക്കാം, അപ്പനോട് ചോദിക്കാം, അപ്പനോട് സംസാരിക്കാം, അപ്പനുമായിട്ട് ഇടപെടാം. ആദവും ഹവ്വയും പരദീസയിൽ ജീവിച്ചതിനേക്കാൾ ഉന്നതമായ ഒരു ജീവിതം ഈ ഭൂമി നമുക്കുണ്ട്. യേശുവിൽ ദൈവത്തിലുള്ള ജീവിതം. ഹല്ലേലൂയ. നമുക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് നേരെ കടന്നു ചെല്ലാം. പിതാവിനോട് പറയാം, അപ്പാ എനിക്ക് ഇന്നൊരു ദുഃഖമുണ്ട്, അപ്പാ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, യേശുവിന്റെ നാമത്തിൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അപ്പന്റെ സന്നിധിയിലേക്ക് നേരെ ചെന്ന് യേശു നാമത്തിൽ നമുക്ക് അപ്പന്റെ സന്നിധിയിൽ വ്യാപരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വെളിപ്പെടുത്തൽ നാം കാണുന്നത് വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 9-ാമത്തെ തിരുലിഖിതത്തിലാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ നിങ്ങൾ പ്രകീർത്തിക്കണം. എന്താണ് ദൈവവചനം പഠിപ്പിക്കുന്നത്? അപ്പോസ്തലനിലൂടെ, പത്രോസ് ശ്ലീഹായിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സകല മനുഷ്യർക്ക് ഉന്നതമായ ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ്. എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. നമ്മുടെ സ്ഥിതിയാണ്, നാം അന്യരല്ല, നമ്മൾ പരദേശികളല്ല, നമ്മൾ പിതാവായ ദൈവത്തിന്റെ രാജ്യത്തിൽ, പിതാവിന്റെ രാജ്യത്തിലെ പിതാവിന്റെ വലിയ സ്ഥാനത്ത് പിതാവ് ആക്കി വെച്ചിരിക്കുന്ന ആളുകളാണ് നാം ഓരോരു. ആരെല്ലാം യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നുവോ അവരെ രാജകീയ വംശത്തിലെ മെമ്പർമാരായിട്ട് കണക്കാക്കുകയാണ്. റോയൽ ഫാമിലി. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോയൽ ഫാമിലി പെട്ടവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ഒരു രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ ട്രാഫിക് നിയമം ലംഘിച്ച് ഒരു വണ്ടി ഇട്ടിരിക്കുകയാണ്. ഉടനെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ച് അപ്പോൾ അവിടെയുള്ളവർ പറയുകയാണ്, ഇത് റോയൽ ഫാമിലിയിൽപ്പെട്ട ആളുടെ ഉന്നതനായ ഒരാളുടെ വണ്ടിയാണ്. റോയൽ ഫാമിലി, റോയൽ ഫാമിലി. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ റോയൽ ഫാമിലി മെമ്പേഴ്സിന് വലിയ സ്ഥാനം കൊടുത്ത് അവർ ആദരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി തൻ്റെ ജീവിതകാലത്ത് യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ച് തൻ്റെ പാപങ്ങളും പാപമാർഗങ്ങളെ കുറിച്ച് അനുതപിച്ച് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുമ്പോൾ അവൻ യേശുവിനെ കർത്താവായി ആരാധിച്ച് അവൻ കർത്താവിൻ്റെ സഭയിലെ ആ ഒരു വിശിഷ്ട സ്ഥാനത്തേക്ക് ഉയരുമ്പോൾ അവൻ രാജകീയ വംശത്തിലെ പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം വംശമായി മാറുകയാണ്. പിതാവായ ദൈവത്തിന്റെ സ്വന്തം വംശമായി മാറുകയാണ്. രാജകീയ പുരോഹിത വംശം എന്നാണ് ബൈബിൾ അവനെ വിളിക്കുന്ന വാക്ക്. എത്രയോ ഉന്നതമായ സ്ഥാനമാണ് രാജകീയ പുരോഹിത വംശം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തമായി, ദൈവത്തിന്റെ പൈതലായി, രാജകീയ പുരോഹിത വംശമായി, അങ്ങനെ അന്യൻ പരദേശി എന്ന അവസ്ഥയൊക്കെ മാറി.
അങ്ങനെയുള്ള വ്യക്തി യേശുവിന്റെ നാമത്തിൽ പിതാവിന്റെ സന്നിധിയിലേക്ക് എന്ന് നേരിട്ട് പിതാവിനോട് കാര്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ ആ കാര്യത്തിൽ തീർച്ചയായും തീരുമാനം ഉണ്ടാവും. നമുക്ക് വേണ്ടി വേറെ ഒരാളെ നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആ ഒരു അന്തരീക്ഷമൊക്കെ മാറാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതം. എന്താണ് തിരുലിഖിതം പഠിപ്പിക്കുന്നത്? വചനം പഠിപ്പിക്കുകയാണ്, എന്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. അവിടെ നമ്മൾ വേറെ എന്തെങ്കിലും കാണിക്കോ നേർച്ചയോ എന്തെങ്കിലും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ സ്ട്രൈറ്റ് ആണ് അപ്പൻ്റെ അടുത്തേക്ക്, അപ്പാ യേശുവിന്റെ നാമം നമുക്ക് ഔന്നത്യമാണ്, അപ്പാ എനിക്ക് ഇന്നൊരു ആവശ്യമുണ്ട്. നമ്മൾ വേറെ അവിടെ ഇവിടെ പോയി തട്ടിമുട്ടി നിൽക്കണ്ട, അവിടെ ഇവിടെ ഒരു അടിമയെ പോലെ നിൽക്കണ്ട, അവിടെ ഇവിടെ പോയി ഒരു വേലക്കാരനെ പോലെ നിൽക്കരുത്, അവിടെ ഇവിടെ പോയി ഒരു ദാസനെ പോലെ. നമ്മൾ അപ്പന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നു, അപ്പനെ വിളിക്കുന്നു, അപ്പാ. ആ സ്വാതന്ത്ര്യം. യോഹന്നാന്റെ സുവിശേഷം 14:14 ആ വചനം നമുക്കൊന്ന് ഏറ്റു പറയാം. യോഹന്നാൻ 14:14. യോഹന്നാൻ 14:14. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. വീണ്ടും ഒരു ദൈവ പൈതലിന്റെ ദൈവ കുടുംബത്തിൽ റോയൽ ഫാമിലിയിലേക്ക് വന്നാൽ പിതാവിന്റെ വംശമായി പിതാവിന്റെ രാജകീയ വംശത്തിൽ അംഗമായി മാറിയാൽ യേശുവിന്റെ നാമത്തിൽ നമുക്ക് വലിയ ഔന്നത്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഏറ്റു പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 23-ാമത്തെ തിരുലിഖിതം ഏറ്റു പറയാം, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാം മാറ്റുന്ന അത്ഭുത നാമമാണ് യേശു എന്ന നാമം. തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഏത് വംശത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഏത് രാജ്യത്തിരിക്കുന്ന വ്യക്തിയാകട്ടെ, ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തിയാകട്ടെ, എല്ലാവർക്കും എപ്പോഴും പ്രസക്തമായ റെലവന്റായ വ്യക്തിയാണ്, നാമമാണ് യേശു എന്ന വ്യക്തി, യേശു എന്ന നാമം. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, യേശുവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. എന്നാൽ യേശുവിനെ കർത്താവായി ഏറ്റു പറയാൻ അതൊരു ആത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കണം. കൊരിന്ത്യർക്കാർക്ക് 4 ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം, യേശു കർത്താവാണ് എന്ന് ഏറ്റു പറയാൻ ഈ ആത്മാവ് മുഖാന്തിരമല്ലാതെ ആർക്കും കഴിയുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവാണ് യേശുവിനെ ഏറ്റു പറയാൻ സഹായിക്കുന്ന ആത്മാവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം വ്യാപരിക്കട്ടെ. ഈ പാട്ട് പാടുമ്പോൾ, ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, യേശുവിനെ ആരാധിക്കാൻ, യേശുവിനെ സ്നേഹിക്കാൻ, യേശുവിനെ ഏറ്റു പറയാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. അപ്പോസ്തല പ്രവർത്തനത്തിൽ 4-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, 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 ആരാധന. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ല, യേശുവേ, യേശുനാമമല്ലാതെ, യേശുവേ, യേശുനാമമല്ലാതെ, യേശുവേ, രക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുവേ, യേശുനാമമല്ലാതെ, ആരാധന, യേശുനാമമല്ലാതെ, ആരാധന. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, ആരാധിക്കുന്നു, യേശുനാമമല്ലാതെ, യേശുവേ, യേശുനാമമല്ലാതെ, യേശുവേ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ. ഓരോരുത്തരും യേശുവിനെ ആരാധിക്കുക. പ്രിയ മകനെ, പ്രിയ മകളെ, യേശുവിനെ ആരാധിക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ആരെങ്കിലും പ്രാർത്ഥനയിൽ ചേരാത്തവരുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, ഈ സമയം യേശുവിനെ ആരാധിക്കുക. എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് കൈയടിച്ച് കൈയടിച്ച്. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഗ്ലോറി, ഗ്ലോറി. രക്ഷകനവനല്ലോ, യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാ, നിത്യരക്ഷ വരിച്ചിടാ. ഉണർവോടെ മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, യേശുവേ, രക്ഷകനവനല്ലോ, യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാ, നിത്യരക്ഷ വരിച്ചിടാ. കരങ്ങൾ ഉയർത്തിയടിച്ച് കീഴിൽ വേറൊരു നാമമില്ലല്ലോ, ആരാധിക്കുന്ന കർത്താവേ, നാമമല്ലാതെ, സ്നേഹിക്കുന്ന കർത്താവേ, നാമമല്ലാതെ, ആകാശത്തിൽ ഏറ്റുപറയുന്ന കർത്താവേ, വേറൊരു നാമമില്ലല്ലോ,
എന്റെ യേശു യേശുനാമമല്ലാതെ രക്ഷയുടെ നാഥൻ. യേശുനാമമല്ലാതെ ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനവരക്ഷ എല്ലാവർക്കും രക്ഷയ്ക്ക് വേണ്ടിയുള്ള നാമം യേശുനാമം. യേശുനാമമല്ലാതെ 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 ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. എല്ലാവരും സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളെ ഇപ്പോൾ യേശുവിനെ സ്തുതിക്കുക, യേശുവിനെ ഏറ്റുപറയുക. കുഞ്ഞുങ്ങളെ യേശുവിനെ ആരാധിക്കുക. കുടുംബങ്ങൾ യേശുവിനെ ആരാധിക്കുന്നു. സമൂഹങ്ങൾ യേശുവിനെ ആരാധിക്കുന്നു. കൂട്ടങ്ങൾ യേശുവിനെ ആരാധിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന. ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ നാമം നിറയട്ടെ. ഇപ്പോൾ ഈ വ്യക്തികളിലേക്ക് യേശുവിന്റെ നാമം നിറയട്ടെ. എല്ലാ അന്ധകാരങ്ങളും യേശു നാമത്തിൽ തകരട്ടെ. എല്ലാ പൈശാചികവും യേശു നാമത്തിൽ തകരട്ടെ. കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ. കൃപ നിറയട്ടെ. പാപത്തിന്റെ കോട്ടകൾ തകരട്ടെ. അന്ധകാരങ്ങൾ തകരട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ആത്മാവ് കാത്തിരിക്കുന്നു. ഓ എന്റെ ഈശോ, അങ്ങിലൊന്നായി തീരുവാൻ മോഹം. എന്റെ ആത്മാവിൽ നീ വന്നു വാണിടണേ, എന്റെ ജീവന്റെ ജീവനാ. എന്റെ ആത്മാവ് കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി യേശുവിനെ ആരാധിക്കട്ടെ. യേശു എന്റെ ദൈവം, എന്നെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന എന്റെ രക്ഷിതാവ്. വഴിയും സത്യവും ജീവനും യേശു മാത്രമല്ലയോ. യേശുവേ മധ്യസ്ഥൻ താതൻ അരികിൽ ചെല്ലാനുള്ളൊരു വഴിയല്ലോ യേശു, ഏക വഴിയല്ലോ യേശുവേ. വഴിയും സത്യവും ജീവനും യേശു മാത്രമല്ലയോ. പരനേക മധ്യസ്ഥൻ താതൻ അരികിൽ ചെല്ലാനുള്ളൊരു വഴിയല്ലോ യേശു, യേശുവേ, 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 യേശുവേ. എല്ലാ ദൈവമക്കളും ഈ സമയം ഇരു കരങ്ങൾ നന്നായിട്ട് ഉയർത്തി നിങ്ങൾ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ യേശുവിന്റെ നാമത്തിൽ പിതാവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഉറക്കെ വിളിക്കട്ടെ. എത്രമാത്രം യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ, എത്രമാത്രം ഹൃദയത്തിൽ വിശ്വാസമുണ്ടോ, എത്രമാത്രം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അത്രയും ഉറക്കെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ഉറക്കെ വിളിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ഏക രക്ഷിതാവേ, ഏക രക്ഷാനാമമേ. ആരാധന,